എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആ ഒരു എഡ്യൂക്കേഷണൽ കരിക്കുലം സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു 10 വരെയുള്ള കുട്ടീനെ നമ്മൾ 10ഓളം സബ്ജക്ട്സ് പഠിപ്പിച്ച് വെറൈറ്റി ഡിഫറൻറ്റ് ഏരിയാസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അഡോളസെന്റ് ടൈമിലാണ് നമ്മുടെ ബ്രെയിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ കാര്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് എല്ലാ സബ്ജക്ട്സിലോട്ടുള്ള ഒരു എക്സ്പോഷർ കൊടുക്കുകയാണ് ഈ സബ്ജക്ട്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും കുട്ടിക്ക് ഏകദേശം മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് സയൻസ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, ലാംഗ്വേജ്, ഹിസ്റ്ററി, ജോഗ്രഫി, ഇങ്ങനെ പല സാധനങ്ങളായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാവും. എന്നിട്ട് അതിൽ നിന്ന് ആ കുട്ടിക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഇതിൽ നിന്നാണ് അവർ കൂടുതൽ പഠിച്ചു വരുന്നത്. അപ്പം നമുക്ക് തോന്നും എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതുവരെ പഠിക്കുന്നപ്പോൾ എന്താ പറഞ്ഞാൽ സയൻസ് എടുത്ത് പോകുന്ന കുട്ടി സോഷ്യൽ സയൻസ് പഠിച്ചത് വെറുതെ ആണെന്ന്. ഒരിക്കലുമല്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് നമ്മുടെ നാട്ടിൽ എന്താണ് ചരിത്രം, എന്താണ് ജോഗ്രഫി, എങ്ങനെ നടക്കുന്നുള്ളത് എല്ലാവർക്കും ഒരു ബേസിക് നോളജ് വേണം. അതിന് വേണ്ടിയിട്ടാണ് അത് 10 വരെ പഠിപ്പിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്പെഷ്യലൈസ് ചെയ്യുന്ന കാര്യം മാത്രം പഠിച്ചാൽ മതി. ഇനിയിപ്പോൾ നമ്മളെന്താ പറയുക, ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 വരെ പലരുടെയും വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വരെയുള്ള 10ാം ക്ലാസ്സിൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എക്സാം പാസ്സായിട്ട് നമുക്കൊരു ഹയർ സെക്കൻഡറി അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാത്രം സംഭവമാണ്. പക്ഷെ അത് ഒരിക്കലും അങ്ങനെയല്ല. കാരണം ഇപ്പോൾ ഏത് സബ്ജക്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് ലെവൽ ബൈ ലെവലാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ 10ൽ എത്തുമ്പോഴേക്കും നമ്മൾ മെക്കാനിക്സ്, മോഷൻ, ന്യൂട്ടൻ്റെ ലോസ്, അങ്ങനെ സാധനങ്ങൾ പഠിപ്പിക്കും. ഇവർക്ക് കറണ്ടിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കും. ഇവർക്ക് ഒപ്റ്റിക്സിനെ കുറിച്ചൊരു ബേസിക് സാധനം പഠിപ്പിച്ചു കൊടുക്കും. അപ്പം വേവ്സിനെ കുറിച്ചൊരു ബേസിക് സാധനം പഠിപ്പിച്ചു കൊടുക്കും. ഇതേ സാധനങ്ങൾ തന്നെയാണ് ഇവർ +1 +2 എത്തിയും പഠിക്കുന്നത്. ആകെ ഒരു വ്യത്യാസം ഇതിൻ്റെ കുറച്ചൊരു അഡ്വാൻസ് ലെവലിലോട്ട് പോകും. 10 വരെ ഈ സാധനം വൃത്തിക്ക് പഠിച്ചൊരു കുട്ടിക്ക് ഡെഫിനറ്റ്ലി +1 +2 പോകുമ്പോൾ അതിലൊരു അഡ്വാൻറ്റേജ് ഉണ്ടാകും. ആ കുട്ടി ഹൈസ്കൂളിൽ തന്നെ അതിൻ്റെ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻട്രൻസിന് സ്കോർ ചെയ്യാനാണെങ്കിലും അവരുടെ +1 +2 നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് സ്കോർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഹൈസ്കൂൾ നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് ഡെഫിനറ്റ്ലി ഒരു എക്സ്ട്രാ എഡ്ജ് കിട്ടും.